ഞാൻ അയക്കൂറ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് മീൻ കഷ്ണങ്ങളാക്കി എടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചതാണിത്. ഇത് ഉള്ളി നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും പുതിന മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ വാടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിടണം. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി രണ്ടും മിക്സ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. ആദ്യം നെയ്യ് ഒഴിച്ചു, അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഈ തക്കാളി ഇതിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് ഉള്ളി ഞാൻ മുന്നേ വറുത്ത് കോരിയതാണ്. അത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് വറുത്ത് കോരിയ മീനും ഇട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് മസാല. അയക്കൂറ ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. പിന്നെ ഉപ്പ് നമ്മൾ മീനിലിട്ടുകൊണ്ട് ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഞാൻ വയറ്റും ഇട്ടിരുന്നു, അധികം ഇട്ടിട്ടില്ല. മീനിലിട്ടുകൊണ്ട് അതവിടെ കിടക്കട്ടെ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി അതിനുശേഷം അതിലേക്ക് അരി കഴുകി വെച്ച അരിയാണ് ഇട്ടത്. അതിലേക്ക് 2 ഗ്രാമ്പ് പട്ട ഏലക്കായ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് പൊട്ടുന്ന വരുവാകുമ്പം അതിലേക്ക് വെള്ളം ഒഴിക്കും. ഞാൻ 1 കിലോ അരിയാണ് എടുത്തത്, അതിനാവശ്യമായ വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാൻ എടുത്തത്. 1 കിലോ അരിയാണ് എടുത്തത്. അതൊരു പാത്രത്തിൽ അളന്നിട്ട് അതിൻ്റെ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അത് കറക്റ്റായിരിക്കും ഈ വെള്ളം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 തക്കാളി കട്ട് ചെയ്തിടുന്നുണ്ട്. 2 തക്കാളി കട്ട് ചെയ്തിടുന്നുണ്ട് നെയ്ച്ചോറിൽ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ചോറിന് ആവശ്യമായ ഉപ്പ് ഇടുന്നുണ്ട്. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഞാൻ എപ്പോഴും നെയ്ച്ചോറ് വെക്കുമ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും തക്കാളി എപ്പോഴും ഇടും. നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറ്. കല്യാണ വീട്ടിലൊക്കെ ഞങ്ങൾ തിന്നുമ്പോൾ ഉണ്ടാകുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതിനിടെ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ടിരുന്നു. 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല കറക്റ്റ് വേവാണ് ചോറ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാണാത്ത ആൾ ഒന്ന് കാണണം, ടേസ്റ്റ് ചെയ്യണം. ഇഷ്ടമായാൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഞാൻ പല പ്രാവശ്യം ബിരിയാണീൻ്റെ ഇട്ടതുകൊണ്ടാണ് കൂടുതലായി ഒന്നും വിവരിക്കാത്തത്. ഇപ്പം എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ലേശം ഇടുന്നുണ്ട്. ഉള്ളി ഇതേപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒന്നും ആവില്ല. എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വറുത്ത് കോരുന്ന ഉള്ളിയാണ് എടുത്ത് വയ്ക്കുന്ന ഉള്ളിയാണിത്. എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പം കുറച്ച് കളറ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു കളർ ഇടുന്നുണ്ട് ബിരിയാണിക്ക്. സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടാറ്. ഇന്ന് ഞാൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അയക്കൂറ ബിരിയാണി ഞങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.